നമസ്കാരം. പൈതൃകം ഗുരുവായൂരിന്റെ സഹകരണത്തോടെ ഫെബ്രുവരി 1 പഞ്ചരത്ന അഷ്ടപതിയുടെ 1ാം വാർഷികം ആഘോഷിക്കും. ഗീതാഗോവിന്ദൻ ട്രസ്റ്റാണ് ഇതിനെ നേതൃത്വം നൽകി കഴിഞ്ഞ വർഷം 2024 ജനുവരി 28 ഗുരുവായൂർ ശ്രീ ഗുരുവായൂരപ്പൻ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ പഞ്ചരത്ന അഷ്ടപതി അരങ്ങേറുകയുണ്ടായി. ഗീതാഗോവിന്ദൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിലെ പൈതൃക ഗുരുവായൂരിനെ സഹകരിപ്പിക്കാൻ ആരാധനായ നമുക്കേവർക്കും പ്രിയപ്പെട്ട എല്ലാവരും അറിയുന്നു നമുക്ക് ജ്യോതിദാസ് ഗുരുവായൂരാണ് അതിന് നേതൃത്വം നൽകിയത്. മാത്രമല്ല അത് പ്രത്യേകം ചിട്ടപ്പെടുത്തി ഒരു പഞ്ചരത്ന അഷ്ടപതി അവിടെ അവതരിപ്പിക്കുകയായിരുന്നു. അത് ജ്യോതിദാസ് ഗുരുവായൂര് കൃത്യമായ രീതിയിൽ പഠനം നടത്തി ചിട്ടപ്പെടുത്തി 2024 അത് ഗുരുവായൂരിൽ അവതരിപ്പിച്ചു. അതിന്റെ 1ാം വാർഷികം ഫെബ്രുവരി 1 മമ്മയൂർ ക്ഷേത്രാങ്കണത്തിൽ നടത്തപ്പെടുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്ന ആരാധനായ ജ്യോതിദാസ് ഗുരുവായൂരിനെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഗീതാഗോവിന്ദൻ ട്രസ്റ്റ് ജനാർദ്ദന നെടുങ്ങാടി സ്മാരക അഷ്ടപതി പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പൈതൃകം ഗുരുവായൂരിന്റെ സഹകരണത്തോടു കൂടിയിട്ട് 2024 ജനുവരി 28 തീയതിയാണ് ആദ്യമായിട്ട് പഞ്ചരത്ന അഷ്ടപതി ശ്രീ ഗുരുവായൂരപ്പന് മുന്നിൽ ഭക്തജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതലായിട്ട് അഷ്ടപതിക്ക് പ്രാധാന്യം നൽകി വരുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജകളിൽ അഷ്ടപതി ആലാപനമാണ് ഏറ്റവും കൂടുതൽ പൂർണ്ണമായിട്ടും. അതേപോലെ തന്നെ അഷ്ടപതി പഠനത്തിനായിട്ട് ഗുരുവായൂർ ദേവസ്വം വാദ്യകലാ വിദ്യാലയത്തിൽ ഒരു വിഭാഗം തന്നെ 1986 മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ അഷ്ടപതി വഴിപാടായിട്ട് നടത്തുന്നതും ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. അപ്പോൾ അഷ്ടപതിക്ക് വളരെ പ്രാധാന്യമുള്ള ഗുരുവായൂരിൽ അഷ്ടപതിയുടെ പ്രചരണത്തിനും പ്രാധാന്യത്തിനും ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ അഷ്ടപതി ഒരുപാട് ഇങ്ങനെ കേരളത്തിൽ ഇനിയും പ്രചാരം വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹവും അതിൻ്റെ പ്രയത്നത്തിൻ്റെ ഭാഗമായി പഞ്ചരത്നാഷ്ടപതി, ഇപ്പോൾ ത്യാഗരാജ പഞ്ചരത്നം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ജയദേവ കവി രചിച്ച 24 അഷ്ടപതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 അഷ്ടപതികൾ തിരഞ്ഞെടുത്ത് പഞ്ചരത്ന അഷ്ടപതി എന്ന ഒരു സങ്കല്പത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലെ നിരവധി വേദികളിൽ നമ്മൾക്ക് അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പം അതിൻ്റെ ആ ഒരു സന്തോഷം നിലനിർത്തിക്കൊണ്ട് ഇതിൽ പങ്കെടുത്തവരെ വളരെ സന്തോഷപൂർവ്വം ആദരിക്കുന്നതിനും അതിൻ്റെ 1ാം വാർഷികം ആചരിക്കുന്നതിനും വേണ്ടിയാണ് ഫെബ്രുവരി 1 തീയതി ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ അഷ്ടപതിയോടുള്ള ഏറ്റവും ഭക്തിയോടും വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് ഒരുപാട് സംഗീത പ്രേമികൾ ഇത് പഠിക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൈതൃകം കലാക്ഷേത്ര നിരവധി കലകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പുതിയൊരു ബാച്ചിന്റെ പഞ്ചരത്ന അഷ്ടപതി അരങ്ങേറ്റം കൂടി ഈ ഫെബ്രുവരി 1 തീയതി മമ്മിയൂർ ത്രയംബകം ഹാളിൽ, അതായത് നവരാത്രി മണ്ഡപത്തിന്റെ 1ാം നിലയിൽ വെച്ച് 51 പേരുടെ പഞ്ചരത്ന അഷ്ടപതി അരങ്ങേറ്റവും നടത്തപ്പെടുന്നുണ്ട്. ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും വളരെ ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.